അങ്ങനെ നമ്മൾ ഇന്നും വന്നിരിക്കുകയാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട്. നമ്മൾ പുതിയ ഷെഡിലാണ്, പുതിയ ഇതിലാണ്. അപ്പോൾ നമ്മളെ ബാക്ക് കിടക്കുന്ന വണ്ടി അതാ കണ്ട കൈസ്, നമ്മൾ സ്വന്തം എക്സാമാണ്. അപ്പോൾ എക്സാം എടുക്കല കാരണം എന്ന് പറഞ്ഞാൽ വേറെ എന്തല്ല കൈസ്, ഞാൻ കാണിച്ചുതരാം. എക്സാം എടുത്തിട്ട് കുറേ നാളായി. അതൊക്കെയാണ്. വണ്ടിയുടെ ലൈറ്റൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ BMW ലോഗോ എല്ലാം ലോഗോയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറേ വർക്ക് നമ്മൾ ചെക്കൽ കയറ്റിയിട്ടുണ്ട് കൈസ്. അപ്പം അതൊക്കെ ആയിട്ടാണ്. പിന്നെ നമുക്ക് ഇന്ന് ചെറിയ പരിപാടി ഉണ്ട്. അത് എക്സാമിലല്ല പോണേ, അത് നമ്മളെ ചേർക്കണ്ട്, രണ്ടെണ്ണം ഇറങ്ങാണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പം നേരെ അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ശാസ്ത്രമാണ്. രണ്ട് കുട്ടികളാണ് നമ്മൾ ആദ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ആദ്യത്തെ വണ്ടി ശാസ്ത്രമാണ്. നല്ല അതേ ഫീൽ തന്നെയാണ് നമ്മൾ ആദ്യം ഡൈനിയുടെ വണ്ടിയാണ് കഴിച്ചത്. അപ്പോൾ ആ ഒരു ഫീൽ തന്നെ കൊണ്ടെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണാം, സ്റ്റിക്കർ വർക്കായാലും അത് നമ്മൾ പണ്ടത്തെ അതിന് ഉസ്താദോ ചോജോ എന്ന് തോന്നുന്നത്. ഏതൊരു ഇതിൽ വന്ന വണ്ടിയായിരുന്നു ഗൈസ്. ഞാൻ തിരിച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു വണ്ടി കൂടി ഉണ്ട് ഗൈസ്, അത് ഞാൻ കാണിക്കാം. അതുകൊണ്ട് ഈ വണ്ടി ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല എന്നാണ് ആ വണ്ടി ഞാൻ കാണിച്ചുതരാം. ഇറക്കിയ വണ്ടിയാണ് നമ്മൾ കാണുന്നത്. വേറെ ഇതാണ് വണ്ടി. ബസ്സാണ്. അപ്പം അത് ഇറങ്ങിയപ്പോൾ നമ്മൾ ഇറക്കുന്ന വിചാരിച്ചാണ്. വണ്ടിയുടെ പേര് ഈഗിൾ എന്നാണ്. അപ്പോൾ നമ്മൾ ഓച്ചേഴ്സിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ഗൾഫ് എന്നാണ് കേട്ടോ. ഈഗിളിനൊക്കെ ഇതെല്ലാം പേരടിച്ചാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. ബൈക്കിൻ്റെ ഈഗിളിൻ്റെ കണ്ണുകൾ ഇടത്തുള്ള വർക്കൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ബാക്ക് ഇതിലെ ലുക്ക് വരുന്നില്ല. എനിക്കത് ബാക്ക് ചേഞ്ച് ചെയ്യാനെല്ലാം ചെയ്യുന്നുണ്ട്. എനിക്കത് ചേഞ്ച് ചെയ്യും. നമുക്ക് ഇന്ത്യയുടെ ഭാഗത്ത് പോയിട്ട് കാണാം. ഇതാണ് ഇൻറ്റീരിയർ സൈഡ്. മറ്റേ വണ്ടിയൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ട്. ഇത് ഞാൻ വലിയ രീതിക്ക് ഇൻറ്റീരിയർ സൈഡൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ വണ്ടിയൊക്കെ ഞാൻ ഇൻറ്റീരിയർ ഭാഗം ഞാൻ കാണിക്കുന്നില്ല. പിന്നെ അതൊക്കെ ലെയേഴ്സ് കാണാൻ ഗൈസ്. വേറെ എന്ത് പറയാം, അത് ഞാൻ ഓണായിട്ട് പോയ ഈ ഒരു വണ്ടിയിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു സ്പെഷ്യൽ യാത്രയാണ്. അത് ഞാൻ പോകുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ നെയിം ബോർഡ് ഓൺ ആക്കിയിട്ടുണ്ട്. വേറെ എന്തല്ല ഗൈസ്, എനിക്ക് നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നെയിം ബോർഡ് ഓൺ ആക്കിയ വണ്ടി ഒരു ലെവലായിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയിട്ട് എത്തിയിട്ടൊക്കെ കാണുമെന്ന് പറയാം ഗൈസ്. അപ്പം പോയിട്ട് കാണാം. നമ്മൾ ഇരിക്കുന്ന ഏരിയയ്ക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. വേറെ ഇതല്ല, സ്വന്തം എൻ്റെ ഷോറൂമിലാണ്. അപ്പം നമുക്ക് വണ്ടിയുടെ പാർക്ക് ചെയ്യണം. അതാണ് ഇപ്പം നമുക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ വണ്ടിയുടെ റൂഫ് തട്ടി അയ്യത്തിനെ ഓടിക്കുന്നില്ല എന്ന് പറയും ഗൈസ്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ ഗൈസ്, കണ്ടോ, ആദ്യമായിട്ട് അശോക് ലേലൻ്റെ ഷോറൂം കയറുന്ന ആദ്യത്തെ ഈച്ചർ നിർമ്മിതമായിട്ടുള്ള ബസ്സാണ് ഈ വണ്ടി എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നേരെ ചേസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ കാര്യമായിട്ട് നോക്കുമ്പോൾ ചേസിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞില്ല. നമ്മൾ സ്റ്റിക്കർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെറ്റിപ്പെട്ട് അങ്ങനത്തെ വെക്കാനുള്ളൂ. അപ്പോൾ അതൊക്കെ വെക്കണം. നമ്മൾ മുന്നിൽ തന്നെ വേണം. അത് നമ്മൾ നേരെ അൻഷൊന്നും പിന്നെ നമ്മൾ പീക്കാച്ചൊന്നും ഇല്ലാത്ത കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടല്ലായിട്ട് എന്തെങ്കിലും ഗവൺമെൻറ് ആദ്യത്തെ പീക്കാച്ച എന്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ട് പണിതല്ല. സെക്കൻഡ് ഹാൻഡ് അത് മിക്കവാറും കൊടുക്കും. അപ്പോൾ ഏതാണ് ഒറിജിനൽ പീക്കാച്ച് നോണ്ട വിലയാണ് ഗൈസ്. അങ്ങനെ വേറെയാണ് ഗൈസ്. ഏതായാലും ഇവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ ഹൈലൈറ്റുണ്ടായിട്ടുണ്ട്, സ്റ്റിക്കറൊക്കെയാണ്. ഏതായാലും എല്ലാവർക്കും കഴിഞ്ഞിട്ട് ചീസിൻ്റെ ഡെലിവറിയും കഴിഞ്ഞിട്ട് കാണാം. ചീസിൻ്റെ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്, ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീസെടുത്ത് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചാൽ നെറ്റിപ്പെട്ടോ അങ്ങനെ എല്ലാ മാല സെറ്റപ്പൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ നേരെ കയറുക എടുക്കുക തന്നെ. അപ്പം നമുക്ക് നേരെ പോകാം. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. അപ്പം നേരെ നമ്മൾ ഏരിയയൊക്കെ എത്തിയിട്ട് കാണാം. നമ്മൾ നേരെ നമ്മളെ നാട്ടിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിലായിരുന്നു. അപ്പം ഇനി നമുക്ക് നേരെ നമ്മൾ ചേസിനെ കൊണ്ടുപോയി നമ്മൾ സ്വന്തം ഷെഡ് കൊണ്ടുപോയിടണം. അതാണ് ഇനി അടുത്ത പണി. അപ്പോൾ ഏതാണ്ട് നമുക്ക് ഷെഡിലെത്തിയിട്ട് അതാണ്ട് അവിടെ എത്തിയിട്ട് കാണാം. ഷെഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് റൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ കാണാം നമ്മളെ ഷെഡിലേക്ക് നമ്മളെ ചെറുക്കൻ കയറി വരുന്നത്.
എന്താ ലുക്കല്ലേ. അപ്പം നേരെ തന്നെ നമുക്ക് ചെറുക്കനെ നേരെ നമ്മളെ ഷെഡ് കൊണ്ടുവരണം. ഇനി നമുക്ക് അടുത്ത് നോക്കണം. അപ്പം നേരെ നമ്മളെ ചെറുക്കൻ പൊടിയൊക്കെ മാറി വരുന്നുണ്ട്. അപ്പം നമ്മൾ മെയിൻ പീക്കാച്ചു എവിടെയാന്ന് ചോദിച്ചാൽ പീക്കാച്ചു ഓട്ടത്തിലാണ്. പിന്നെ ബ്രാൻഡ് ന്യൂ പീക്കാച്ചു ആണ് ഇപ്പം നമ്മൾ ഓടിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മളെ ഷെഡൊക്കെ കീറ്റിയിടുമ്പോൾ ഫീൽ ഗൈസ്. അപ്പോൾ ഏതായാലും ഒരു വീഡിയോ അച്ഛൻ്റെയാണ്. അപ്പോൾ അടുത്തൊരു കാണാം. ബൈ.